കൂട്ടുകാരെ, ബയോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്ററിന് നമ്മളിന്ന് തുടക്കം കുറിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചാപ്റ്ററാണിത്. നമ്മളിപ്പോൾ എൻവിയോൺമെൻ്റൽ ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ ആ സമയത്താണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ, ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ. ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകരാണ് പ്ലാന്റ്, ചെടികൾ. ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു പോസ്റ്ററാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ പ്ലാന്റുകളുള്ള എർത്ത് വളരെ ഫ്ലറിഷും, ചെടികളില്ലാത്ത ഭൂമിയുടെ ഭാഗം വരണ്ടുണങ്ങിയുമാണ് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഭൂമിയുടെ ശ്വാസകോശമാണ് പ്ലാന്റുകൾ എന്ന് നമുക്ക് പറയാം. ഇത്രത്തോളം പ്രാധാന്യം എന്തുകൊണ്ടാണ് ഈ പ്ലാന്റുകൾക്ക്, എന്തുകൊണ്ടാണ് ഈ ചെടികൾക്ക് ഇത്രത്തോളം പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും ശ്വസിക്കുന്നത് ഓക്സിജനാണ്. ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഇത്രയും ആളുകളും ഇത്രയും ബാക്കിയുള്ള ജീവജാലങ്ങളും എല്ലാം ശ്വസിച്ചിട്ടും അന്തരീക്ഷത്തിലെ ഓക്സിജന് കുറവ് വരാത്തതിന് കാരണം ചെടികളാണ്. അതുപോലെ നമ്മൾ ഉള്ളിലേക്ക് ഓക്സിജൻ എടുക്കുന്നത് കൂടി തന്നെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിൽ എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവേണ്ടതാണ്. എന്നാൽ അന്തരീക്ഷത്തിൽ ഒരു ബാലൻസ്ഡ് എമൗണ്ടിൽ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവ് നിലനിർത്തുന്നത് ഈ സസ്യങ്ങളാണ്. കാരണം സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് അവ ഗ്ലൂക്കോസ് ഉണ്ടാക്കും. നമുക്കറിയാം, പ്രപഞ്ചത്തിലെ ഊർജത്തിന്റെ മുഴുവൻ ഉറവിടവും സൂര്യനാണ്. ആ സൂര്യനിൽ നിന്നും നേരിട്ട് ഊർജം ഉപയോഗിക്കാൻ നമ്മളെ കൊണ്ട് കഴിവില്ല. ആ സൂര്യനിൽ നിന്നും ഊർജം സ്വീകരിക്കുന്നത് ചെടികളാണ്. ആ സൂര്യനിൽ നിന്നുള്ള സൗരോർജത്തെ ഭക്ഷണമാക്കി, ഗ്ലൂക്കോസ് ആക്കി മാറ്റി പലതരത്തിൽ ചെടികളിൽ സംഭരിച്ചു വെക്കുന്നുണ്ട്. ആപ്പിൾ മരത്തിലാണെങ്കിൽ ആപ്പിളായിട്ടും, ഒരു ടാപ്പിയൊക്ക, ഒരു പൂളക്കിഴങ്ങിന്റെ ചെടിയിലാണെങ്കിൽ ആ കിഴങ്ങായിട്ടും, ഒരു കടലച്ചെടിയിലാണെങ്കിൽ കടലയായിട്ടും, നെല്ലിലാണെങ്കിൽ നെല്ലായിട്ടും, നെൽച്ചെടിയിലാണെങ്കിൽ നെല്ലായിട്ടും എല്ലാം ചെടികൾ എന്ത് ചെയ്യുന്നു? സൗരോർജത്തെ ഗ്ലൂക്കോസാക്കി മാറ്റി സംഭരിച്ചു വെക്കുകയാണ്. മുഴുവൻ ജീവജാലങ്ങൾക്കുമുള്ള ഭക്ഷണം നൽകുന്നവരും ചെടികളാണ്. അപ്പോൾ ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഓക്സിജൻ നൽകുന്നതും എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ട ഭക്ഷണം നൽകുന്നതും ചെടികളാണ്, സസ്യങ്ങളാണ്. പിന്നെ നിങ്ങൾക്കറിയാം, ചെറുപ്പം മുതലേ പഠിച്ചു വരുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് മരങ്ങൾക്ക്. ഒരുപാട് ജീവികൾക്ക് ആവാസ സ്ഥലമാണ് മരങ്ങൾ. പിന്നെന്താ, ധാരാളം ഫർണിച്ചറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, വിറകായി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി ഉപയോഗങ്ങളാണ് നമ്മുടെ ഈ ബയോസ്ഫിയറിന്റെ പ്രൊട്ടക്ടേഴ്സിന്, നമ്മുടെ ജീവമണ്ഡലത്തിന്റെ കാവൽക്കാരെ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ഇപ്പോ ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ഓക്സിജൻ അത്യാവശ്യമാണ്. ഈ ഓക്സിജന്റെ പ്രധാന പങ്കും അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത് സസ്യങ്ങളിലൂടെയാണ്. അതെങ്ങനെ? സസ്യങ്ങൾ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് അതിലെ കാർബണിനെ സ്വീകരിക്കുകയും ഓക്സിജനെ പുറന്തള്ളുകയും ചെയ്യുന്നു. അങ്ങനെ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ശ്വസിക്കുവാൻ വേണ്ട ഓക്സിജൻ നൽകുന്നതിലും അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കുന്നതിലും സസ്യങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. കൂടാതെ സൗരോർജത്തെ ആഗിരണം ചെയ്ത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഭക്ഷണം നിർമ്മിച്ച് സകല ജീവികൾക്കും ആഹാരം നൽകുന്നതിലും സസ്യങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്.
ഇതേ കാര്യം തന്നെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഓക്സിജൻ ഈസ് നെസസറി ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത്. ദ മെയിൻ പ്രൊവൈഡേഴ്സ് ഓഫ് ദിസ് oxygen are plants. Plants absorb carbon dioxide from the atmosphere. They take carbon dioxide and release oxygen to the atmosphere. Thus, plants play a major role in providing oxygen to all living beings. Plants help to decrease the level of carbon dioxide in the atmosphere. Plants absorb sunlight and produces food through photosynthesis. അപ്പോൾ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കുറയാത്തത് എന്തുകൊണ്ട്? Why doesn't the level of oxygen in the atmosphere decrease? നമുക്ക് കാരണം അറിയാം. Because of plants, അല്ലേ? നമുക്ക് ഉത്തരം എഴുതുകയാണെങ്കിൽ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം വഴി ആഹാരം നിർമ്മിക്കുവാൻ അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നു. ഇതിൽ കാർബൺ ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. കാർബണും ഓക്സിജനും ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും ബാക്കി ഓക്സിജനെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളും. കൂടാതെ മണ്ണിൽ നിന്നും ജലം വലിച്ചെടുക്കും. എന്നിട്ട് അവിടെ ബാക്കിയാവുന്ന ഓക്സിജനെയും സസ്യങ്ങൾ എന്ത് ചെയ്യും? പുറത്തേക്ക് തള്ളും. അതുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കുറയാത്തതും. കണ്ടില്ലേ? കുറയാത്തതും എന്നാണ് ഇവിടെ വേണ്ടത് കേട്ടോ. ഓക്സിജന്റെ അളവ് കുറയാത്തതും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുകയും ചെയ്യാത്തത്. അതുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുകയും ചെയ്യാത്തത്. ഓക്കെ, ഇവിടെ എഴുതിയത് കുഴപ്പമില്ല. പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ടു പ്രൊഡ്യൂസ് ഫുഡ് ബൈ ഫോട്ടോസിന്തസിസ്. സൂര്യനിൽ നിന്നും സൺലൈറ്റിൽ നിന്നും പ്ലാന്റ്സ് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കും. From this carbon dioxide, carbon is utilized in the production of glucose and oxygen is released to the atmosphere. That is why the level of oxygen is not decreasing in the atmosphere and the level of carbon dioxide is not increasing in the atmosphere. എല്ലാം ഒരു ബാലൻസ്ഡ് ലെവലായി കൊണ്ടുപോകുന്നത് സസ്യങ്ങളാണ്. ഇനി എന്താണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം? അതിനു മുമ്പ് നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ in the presence of sunlight, plants absorb carbon dioxide from the atmosphere and they absorb water and minerals from the soil. By using these materials, they produce glucose in the presence of chlorophyll pigment. It takes place at the leaves of the plants. പ്ലാന്റ്സിലെ അടുക്കള എന്ന് പറയുന്നത് ഇലകളാണ്. സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡും മണ്ണിൽ നിന്നും ജലവും ധാതു ലവണങ്ങളും വലിച്ചെടുത്ത് ഹരിതകത്തിന്റെ സഹായത്താൽ, ഹരിതകം എന്ന് പറയുന്നത് പിഗ്മെന്റ് ആണ്, ഹരിതകത്തിന്റെ സഹായത്താൽ ഭക്ഷണം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. ഹരിതകം എന്ന് പറയുന്നത് ഒരു വർണ്ണകമാണ്. ഇലകൾക്കൊക്കെ പച്ച നിറം കൊടുക്കുന്ന പിഗ്മെന്റ് ആണ്, വർണ്ണകമാണ് ഈ ഹരിതകം. അപ്പോൾ ഇതാണ് പ്രകാശ സംശ്ലേഷണം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചിത്രമാണ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഒരു ചിത്രീകരണമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ സസ്യങ്ങൾ വേരുകളിലൂടെ വാട്ടറും മിനറൽസും ഒക്കെ വലിച്ചെടുക്കും. സൂര്യനിൽ നിന്നും ലൈറ്റ് എനർജി സ്വീകരിക്കും. അതുപോലെ അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കും. എന്നിട്ടിവ ഇലകളിൽ വെച്ചാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. ഇലകളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വാട്ടർ മോളിക്യൂൾ സ്പ്ലിറ്റ് ചെയ്യും, ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറും.
ആ ഓക്സിജനെയാണ് ഇവ പുറത്തേക്ക് വിടുന്നത്. ഹൈഡ്രജൻ എന്ത് ചെയ്യും? അവര് ഈ ലൈറ്റ് എനർജിയുടെ സഹായത്താൽ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ പാടെ കൂടി ചേർന്നിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കും. ആ സമയത്തും കുറച്ച് ഓക്സിജൻ ബാക്കിയാവും. ആ ഓക്സിജനെയും ഇവ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളും. അപ്പോൾ പ്രകാശ സംശ്ലേഷണം എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്ത ടോപ്പിക്ക് പ്രകാശ സംശ്ലേഷണത്തിൽ പങ്കെടുക്കുന്ന പിഗ്മെന്റ്സിനെ കുറിച്ചാണ്. പിഗ്മെന്റ്സ് ഇൻ ലീവ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇലകളാണ് അടുക്കള എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഇലകളിൽ ഏതൊക്കെ പിഗ്മെന്റ് ഉണ്ട്? ഈ ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്ന പിഗ്മെന്റുകൾ നോക്കാം. ദ പിഗ്മെന്റ് ക്ലോറോഫിൽ ഇമ്പാർട്സ് ഗ്രീൻ കളർ ടു ദ പ്ലാന്റ്സ്. സസ്യഭാഗങ്ങൾക്ക് പച്ച നിറം നൽകുന്നത് ഹരിതകം എന്ന വർണ്ണകമാണ്. As there is less number of chloroplasts in the lower part of the leaf, as there is less number of chloroplasts the lower part of the leaf is less green in color. നിങ്ങളൊരു ചെടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മുകൾ ഭാഗത്ത് കടും പച്ച നിറവും താഴ്ഭാഗത്ത് ഒരു ലൈറ്റ് പച്ച നിറമേ കാണുള്ളൂ. കാരണം ക്ലോറോപ്ലാസ്റ്റ് കൂടുതൽ മുകൾ ഭാഗത്തായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലോറോപ്ലാസ്റ്റുകളുടെ എണ്ണം ഇലകൾക്ക് മുകളിൽ കൂടുതലും താഴ്ഭാഗത്ത് കുറവും. അതേസമയം നിങ്ങൾ ഗാർഡ് സെൽസ് എന്നൊരു സംഭവം പഠിച്ചിട്ടുണ്ടാവും. ഗാർഡ് സെൽസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇലകൾക്ക് താഴെയാണ്. അതിന് കാരണം ട്രാൻസ്പിരേഷൻ വഴി പുറത്തു പോകുന്ന വെള്ളത്തിന്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ഹരിതകം കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇലകളുടെ മുകൾ ഭാഗത്തായത് കൊണ്ടാണ് മുകൾ ഭാഗം കൂടുതൽ പച്ച നിറമുള്ളതായി കാണപ്പെടുന്നത്. ഇനി എന്താണ് ഈ ക്ലോറോപ്ലാസ്റ്റിന് പ്രകാശ സംശ്ലേഷണത്തിൽ വഹിക്കാനുള്ള പങ്ക് എന്ന് നോക്കണ്ടേ? ഇപ്പോൾ ഭൂമിയിലെ ഓക്സിജന്റെ അളവ് കുറയാതെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടാതെയും ഒരു ബാലൻസ്ഡ് ഫോമിൽ നിലനിർത്തുന്നത് സസ്യങ്ങളാണ്. സസ്യങ്ങളെ ഇതിന് സഹായിക്കുന്നത് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണമാണ്. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ. ഇപ്പോ ക്ലോറോഫിലിനെ കുറിച്ച് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്കിനി എന്താണ് പ്രകാശ സംശ്ലേഷണത്തിൽ ഹരിതകത്തിന്റെ പങ്ക്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഇൻ ഫോട്ടോസിന്തസിസ് നോക്കാം. ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ്. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിതകങ്ങളിലാണ്. ഇറ്റ് ഒക്കേഴ്സ് നോട്ട് ഓൺലി ഇൻ ലീവ്സ്. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഇലകളിൽ മാത്രമല്ല, ബട്ട് ഇൻ റീജിയൻസ് wherever green color is present. ഇലകളിൽ മാത്രമല്ല, എവിടെയൊക്കെ പച്ച നിറമുണ്ടോ അവിടെയെല്ലാം പ്രകാശ സംശ്ലേഷണം നടക്കുന്നു. ഗ്രാന ദ പിഗ്മെന്റ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് നമുക്ക് ജസ്റ്റ് ക്ലോറോപ്ലാസ്റ്റിന്റെ ഫിഗർ ഒന്ന് കാണാം. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്ലോറോപ്ലാസ്റ്റിന്റെ ഫിഗറാണ്. നിർബന്ധമായും എല്ലാവരും നോട്ടിലേക്ക് ഇത് പകർത്തി വരയ്ക്കണം. ഇതൊരു ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചറാണ്. അപ്പം ഈ നാണയങ്ങൾ അടുക്കി വെച്ചതുപോലെ കുറെ അടുക്കടുക്കായിട്ട് കാണുന്നുണ്ടല്ലോ, ഇതിന് പറയുന്ന പേരാണ് ഗ്രാന. പിന്നെ ഈ ഫ്ലൂയിഡ് പാർട്ടാണ് സ്ട്രോമ. ഇത് ഡബിൾ ലെയേർഡ് മെംബ്രെയിനും. പിന്നെ ഈ ഗ്രാനകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ചില കോലുകൾ കാണുന്നില്ലേ, ഇതാണ് സ്ട്രോമ ലമെല്ല. അത് ഇപ്രാവശ്യം നിങ്ങൾക്ക് പഠിക്കാനില്ല. എങ്കിലും ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചറിൽ നാണയങ്ങൾ അടുക്കി വെച്ചതുപോലെയുള്ളവയാണ് ഗ്രാന. ഈ ഫ്ലൂയിഡ് പാർട്ടാണ് സ്ട്രോമ. അപ്പൊ ഇനി ഗ്രാന എന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ഫിഗറിൽ കണ്ടില്ലേ, നാണയങ്ങൾ അടുക്കി വെച്ചതുപോലെയുള്ള ഭാഗം, അതാണ് ഗ്രാന. പിഗ്മെന്റ്സ് ദാറ്റ് അബ്സോർബ് സൺലൈറ്റ് ആർ ഫൗണ്ട് ഇൻ ദ ഗ്രാന ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിലെ ആ അടുക്കടുക്കായി വെച്ച ആ ഭാഗത്താണ് ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നത്. പിഗ്മെന്റ്സ് ക്ലോറോഫിൽ കാണപ്പെടുന്നത്. ഗ്രാന ഹരിതകണത്തിലെ ഗ്രാനകളിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ, അതായത് ഹരിതകം കാണപ്പെടുന്നത്. ഹരിതകം കാണപ്പെടുന്നത് ഗ്രാനകളിലാണ്.
ഇനി ഏതൊക്കെ പിഗ്മെന്റ് ആണ് ഗ്രാനയിൽ ഉള്ളത് നോക്കാം. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടീൻ ആൻഡ് സാന്തോഫിൽ. ഇതെല്ലാം ഗ്രാനയിലുള്ള വർണ്ണകങ്ങളാണ്. എങ്കിലും ക്ലോറോഫിൽ എ മാത്രമേ ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുകയുള്ളൂ. ഓൺലി ക്ലോറോഫിൽ എ ക്യാൻ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഫോട്ടോസിന്തസിസ്. ഹരിതകം എക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയൂ. All other pigments absorb light and transfer it to the chlorophyll A. Hence, they are called accessory pigments. ഇമ്പോർട്ടന്റ് ആണ് ഈ ഭാഗമൊക്കെ നോട്ട് ചെയ്യണം. ഏതെല്ലാമാണ് ആക്സസറി പിഗ്മെന്റ്സ്? ക്ലോറോഫിൽ ബി, കരോട്ടീൻ, സാന്തോഫിൽ. ഇവയൊന്നും നേരിട്ട് ഫോട്ടോസിന്തസിസ് പങ്കെടുക്കില്ല. പകരം അവ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ക്ലോറോഫിൽ എക്ക് കൊടുക്കും. ക്ലോറോഫിൽ എ മാത്രമേ ഫോട്ടോസിന്തസിൽ നേരിട്ട് പങ്കെടുക്കുന്നുള്ളൂ. മറ്റു വർണ്ണകങ്ങൾ പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഹരിതകം എയിലേക്ക് കൈമാറുന്നു. അതിനാൽ ഇവയെ സഹായക വർണ്ണകങ്ങൾ എന്ന് വിളിക്കുന്നു. അതുകൊണ്ടാണ് ഇവയെ സഹായക വർണ്ണകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി പാത്ത് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ടു ലീവ്സ്. ഇലകളിലേക്കുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ വഴി നോക്കാം. അറ്റ്മോസ്ഫിയർ, കാർബൺ ഡൈ ഓക്സൈഡ് ഇൻസൈഡ് ദ ലീവ്സ്. ഇനി പാത്ത് ഓഫ് വാട്ടർ ടു ലീവ്സ്. വാട്ടർ, റൂട്ട്, സ്റ്റെം. അന്തരീക്ഷം, കാർബൺ ഡൈ ഓക്സൈഡ് ലീഫ് ഇലകൾക്കുള്ളിലേക്ക്. ജലം, വേരുകൾ, കാണ്ഡം. അപ്പൊ ജലം വേരുകളിലൂടെ, കാണ്ഡത്തിലൂടെ ഇലകളിലേക്ക്. അതാണ് അവിടെയുള്ള ഫ്ലോ ചാർട്ട്. ഇനി പ്രകാശ സംശ്ലേഷണത്തിന്റെ രസതന്ത്രം, ദ കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസിസ്. നമുക്കത് ഫ്ലോ ചാർട്ട്, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും ഒക്കെ എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. അപ്പോൾ ഒരു ഹരിതകണം കാണപ്പെടുന്നത് ആ ഗ്രാനയുടെ ചിത്രം ഓർമ്മ വേണം. കോയിനുകൾ അടുക്കി വെച്ചതുപോലെ കാണപ്പെടുന്ന ഗ്രാനയിലാണ് ഹരിതകണം കാണപ്പെടുന്നത് ഗ്രാനയിൽ. ഇത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ക്ലോറോപ്ലാസ്റ്റിന്റെ ആ നാണയങ്ങൾ അടുക്കി വെച്ച ഭാഗത്താണ് പ്രകാശഘട്ടം നടക്കുന്നത്. പിന്നെ ആ ഫ്ലൂയിഡ് പാർട്ടിൽ ഉണ്ടല്ലോ, സ്ട്രോമ, അതിലാണ് ഡാർക്ക് ഫേസ് അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടം നടക്കുന്നത്. ഇനി എന്താണ് ഈ ലൈറ്റ് ഫേസ്, ഡാർക്ക് ഫേസ്? ഇതാണ് ഈ പാഠത്തിലെ തന്നെ ഏറ്റവും കോറായ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ പ്രകാശഘട്ടം അല്ലെങ്കിൽ ലൈറ്റ് ഫേസില് ലൈറ്റ് ഈസ് യൂസ്ഡ്. പ്രകാശം ഉപയോഗിക്കുന്നു. ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. ഇവിടെ ലൈറ്റിന്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചാൽ അത് ഇരുട്ടത്ത് നടക്കുന്ന പ്രോസസ് അല്ല കേട്ടോ. ഇവിടെ ലൈറ്റ് ആവശ്യമുണ്ട്, ഇവിടെ ലൈറ്റ് ആവശ്യമില്ല, അത്രേ ഉള്ളൂ. ഇവിടെ വാട്ടർ സ്പ്ലിറ്റ്സ് ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്ഡ്. ഹൈഡ്രജൻ റീച്ച് സ്ട്രോമ. അപ്പോൾ ജലം വിഘടിക്കും. ജലം വിഘടിച്ചിട്ട് അത് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറും. അങ്ങനെ ആ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഇപ്പൊ ഇവിടെ വെച്ചിട്ടാണ് ഇത് നടന്നത്, ലൈറ്റ് ഫേസ് നടന്നത്. ലൈറ്റ് ഫേസിൽ വേരുകളിൽ, മണ്ണിൽ നിന്നും വേരുകളിലൂടെ, കാണ്ഡത്തിലൂടെ ഇലകളിലേക്ക് എത്തുന്ന ജലം ക്ലോറോപ്ലാസ്റ്റിലുള്ള സ്ട്രോമയിലെത്തും. ഈ സ്ട്രോമയിൽ വെച്ചിട്ട് ജലം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാവും. ഈ ഹൈഡ്രജൻ നേരെ സ്ട്രോമയിലേക്ക് വരും. ഇവിടെ വെച്ചിട്ടാണ് ഇനി ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. ബാക്കി വന്ന ഓക്സിജനെ റിലീസ് ചെയ്തു, പുറത്തേക്ക് തള്ളി. കൂടുതൽ ചെടികളുള്ള ഭാഗത്ത് നിങ്ങൾ പോയി നമുക്കൊരു അതവിടെ അല്ല, അത് കൂളിംഗ് എഫക്റ്റ്, ട്രാൻസ്പിറേഷൻ അല്ല, സോറി. അപ്പൊ ഈ ഗ്രാനയിൽ നിന്നും ഓക്സിജൻ എന്ത് ചെയ്യും? പുറത്തേക്ക് തള്ളും. ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് വരും. ഡാർക്ക് ഫേസിൽ, ലൈറ്റ് ഫേസിലാണ്. ഇനി ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ ATP. പിന്നെ ഈ പ്രകാശഘട്ടത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, സൺലൈറ്റ് ഉപയോഗിച്ചിട്ട് പ്ലാന്റ്സ് എന്ത് ചെയ്യും? ATP ഉണ്ടാക്കും. ATP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികളിലെ കറൻസി ആണെന്ന് പറയാം. അവരുടെ എനർജി ട്രാൻസ്ഫറിംഗ് ഒക്കെ, എനർജി എടുത്തു വെക്കുന്നതൊക്കെ ATPകളിലാണ്. അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് എന്ന് പറയും അതിന്. ഇനി ഡാർക്ക് ഫേസ് നോക്കാം. ഇരുണ്ട ഘട്ടത്തിൽ ലൈറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. പ്രകാശം ആവശ്യമില്ല അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ സ്ട്രോമയിൽ ഹൈഡ്രജൻ എത്തി എന്ന് പറഞ്ഞല്ലോ. ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ഫോർ
ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഈ ഹൈഡ്രജനും അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഡാർക്ക് ഫേസിൽ വെച്ച് ഗ്ലൂക്കോസിന്റെ നിർമ്മാണം നടക്കുന്നത്. ലൈറ്റ് ഫേസിൽ വെച്ചിട്ട് ATP നിർമ്മാണം നടക്കുന്നു. ജലം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായി മാറി ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് പോകും, ഓക്സിജൻ അന്തരീക്ഷത്തിലേക്കും പോകും. ഡാർക്ക് ഫേസിൽ വെച്ചിട്ട് ഈ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് വന്ന സ്ട്രോമയിലേക്ക് വന്ന ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ പിന്നെ ആവശ്യമുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ്, അത് അന്തരീക്ഷത്തിൽ നിന്നും ലഭിക്കും. ഹൈഡ്രജൻ ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. പിന്നെ ലൈറ്റ് ഫേസിൽ ATP നിർമ്മാണം നടക്കും. സിന്തസിസ് ഓഫ് ATP ടേക്സ് പ്ലേസ് ഇൻ ലൈറ്റ് ഫേസ്. ആ ATP ഈസ് യൂസ്ഡ് ടു കമ്പൈൻ ATP is used to combine hydrogen and carbon dioxide to produce glucose. ഗ്ലൂക്കോസും ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഗ്ലൂക്കോസ് നിർമ്മിക്കുമ്പോൾ അതിനാവശ്യമായ എനർജി പ്രൊവൈഡ് ചെയ്യാൻ ഈ ATP ഉപയോഗിക്കുന്നു. അപ്പൊ ഇതാണ് ഡാർക്ക് ഫേസും ലൈറ്റ് ഫേസും. പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പ്രകാശഘട്ടത്തിൽ നടക്കുന്നത് വാട്ടറിന്റെ സ്പ്ലിറ്റിംഗ് ആണ്. വാട്ടർ വിഘടിച്ച് ഓക്സിജനും ഹൈഡ്രജനും ഉണ്ടാവും. ഓക്സിജനെ പുറന്തള്ളുന്നു, ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് എത്തും. ആ രണ്ടാമത്തെ പോയിന്റ് ആണ് ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ ATP. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി കൊടുക്കുക, ATP നിർമ്മാണം നടക്കുന്നു. സിന്തസിസ് ഓഫ് ATP ടേക്സ് പ്ലേസ്. സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ആൻഡ് സിന്തസിസ് ഓഫ് ATP. ജലത്തിന്റെ വിഘടനവും ATP നിർമ്മാണവുമാണ് പ്രകാശഘട്ടത്തിൽ. ലൈറ്റ് ഡാർക്ക് ഫേസിലാണെങ്കിലോ ഗ്ലൂക്കോസ് നിർമ്മാണമാണ് നടക്കുന്നത്. അപ്പോൾ ഈ പോയിന്റുകൾ ഓർമ്മ വേണം. ഇനി നമ്മുടെ ഈ രാസപ്രവർത്തനത്തിന്റെ ഇക്വേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ റൈറ്റ് ഡൗൺ ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ രാസവാക്യം എഴുതുക. 6 കാർബൺ ഡൈ ഓക്സൈഡ് 12 വാട്ടറുമായി ജലമോളിക്യൂളുമായി കമ്പൈൻ ചെയ്യും. ഇവിടെ ATP എന്നും കൂടി എഴുതണം. ഇൻ ദ പ്രസൻസ് ഓഫ് ATP. എന്നിട്ട് എന്തായി മാറും? ഇതാണ് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂള്. C6H12O6 ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാവും. ബാക്കി 6 ഓക്സിജനും 6 മോളിക്യൂൾ വാട്ടറും പുറന്തള്ളുകയും ചെയ്യും. നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ജലവും കാർബൺ ഡൈ ഓക്സൈഡും പുറത്തേക്ക് തള്ളപ്പെടുന്നുണ്ട്. പുറന്തള്ളലും വാട്ടറിന്റെ പുറന്തള്ളലും. ഓക്കെ, ബാക്കിയുള്ള ടോപ്പിക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇതുവരെ ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.